മുന്നത്തെ വീഡിയോയിൽ ഏട്ടൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ വന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. ആ സെയിം വീക്കിൽ തന്നെ ഖത്തറിൽ നിന്ന് ഞങ്ങൾക്ക് ഒരാളും കൂടി നാട്ടിലെത്തിയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ വീഡിയോസിൽ മുൻപൊന്നും കണ്ട് പരിചയമില്ലാത്ത ഒരാളാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് അപ്പു. അപ്പോൾ അപ്പു നാട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പുറത്ത് പോകുന്നത് അവന് കുറച്ച് ഡ്രസ്സ് എടുക്കാനാണ്. അവന് കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സെല്ലാം എടുക്കാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വീട്ടിലും കൂടെ കയറിയിരുന്നു. അവിടെ ചെന്ന് അവൻ്റെ അമ്മയെ കണ്ട് അമ്മയോട് കുറച്ച് നേരം സംസാരിച്ച് അവിടെ നിന്ന് ഓരോ ഗ്ലാസ് ചായയും കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോയത്. പിന്നെ ഞങ്ങൾ കംഫർട്ട് ഫാക്ടറിയിലാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ കയറിയിട്ടുള്ളത്. അവന് ഡ്രസ്സ് എടുക്കാനാണ് പോയതെങ്കിലും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏട്ടൻ ഒരു ടീഷർട്ടൊക്കെ അവൻ എടുത്ത് കൊടുത്തായിരുന്നു. ഏട്ടനോട് അവൻ ഡ്രസ്സ് എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഏട്ടൻ അവിടെ നിന്ന് ഒരു ടീഷർട്ട് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ എന്നോടും അവിടെ നിന്ന് എനിക്ക് പറ്റിയ ഡ്രസ്സ് നോക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഒരു ടോപ്പ് എടുത്ത് ഇട്ട് നോക്കിയിരുന്നു. അതിന് വേറെ 99 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇട്ട് നോക്കിയിരുന്നു. പക്ഷേ ഞാൻ അപ്പം അത് അവിടെ നിന്ന് എടുത്തില്ല. എന്തോ അപ്പം എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് എന്നാൽ സ്റ്റുഡിയോയിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് അവൻ തന്നെ നേരിട്ട് പോയി എനിക്കൊരു പാൻസും ഷർട്ടും എടുത്തു കൊടുന്ന് തന്നു. ആളെന്നെ സെലക്ട് ചെയ്ത് തന്നു. ഞാനത് ഇട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ആ ഡ്രസ്സ് തന്നെ എടുത്തു. പിന്നെ കുഞ്ഞിനും അവിടെ നിന്ന് തന്നെ അവനൊരു ഡ്രസ്സ് എടുത്ത് കൊടുത്തിരുന്നു കേട്ടോ. അവിടുന്ന് പിടിച്ച് പറിച്ച് കൊണ്ടുവരുന്ന വരവാണ് വരുന്നത്. പിന്നെ അമ്മയ്ക്ക് ഞങ്ങൾ KMT സിൽക്സിൽ പോയിട്ട് 2 ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ വിട്ട് പോയതാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 10 മണി കഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഫുഡ് കഴിക്കാൻ കയറി. ആദ്യമേ ഒരു ഫ്രഷ് ലൈം വാങ്ങിച്ച് കുടിച്ചു ഒരു എനർജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഫുഡൊക്കെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല. അച്ഛന് ഞങ്ങളെപ്പോലെ ഈ ഷോപ്പിംഗ് പരിപാടികൾ നടക്കൂല. അതിനുള്ള ക്ഷമ തീരെ ഇല്ലാത്ത ആളായതുകൊണ്ട് അച്ഛൻ ഞങ്ങളോട് വന്നില്ല. അപ്പോൾ അച്ഛനുള്ള ഫുഡും പാഴ്സൽ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ അടുത്തൊരു വീട്ടിൽ തന്നെ വരയ്ക്കും. ടാറ്റ ബൈ, സീ യു.